ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീണ്ടും ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നതും മറ്റും. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കേസിൽ സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച ശേഷം ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. പണമെത്തിയ അക്കൗണ്ടുകൾ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങി. ദിവ്യ ഉണ്ണിയാണ് പരിപാടിയുടെ ഗുഡ്വിൽ അംബാസഡർ. ഇതിനപ്പുറത്തുള്ള സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് നൃത്ത പരിപാടിയുടെ സംഘാടകരുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിലെത്തുന്നുണ്ട്. നവമി തുടരുന്നുണ്ട്. നവമി, ഈ ദിവ്യ ഉണ്ണിയെക്കെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. കാരണം ഇന്നലെ കോൺഗ്രസിന്റെ അടക്കം അൻവർ സാദത്തൊക്കെ വിമർശനം ഉന്നയിച്ച് നമ്മൾ കണ്ടതാണ്. അവര് ഈ ഉമാ തോമസിനെ കാണാനോ ഒന്നിനും തയ്യാറായില്ല. അവർ വളരെ പെട്ടെന്ന് നാടുവിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത് വലിയ വേദനയുണ്ടാക്കി പലർക്കും. ഇപ്പോൾ വീണ്ടും സാമ്പത്തിക അടക്കം പരിശോധിക്കുമ്പോൾ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുക, അവരെ അമേരിക്കയിലൂടെ എത്തിക്കണം ചോദ്യം ചെയ്യണമെങ്കിലൊക്കെ, ചോദ്യം ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇപ്പോൾ ആദ്യഘട്ടം എന്നോണം ഇതിലൊരു സാമ്പത്തികം അത് ഏത് രീതിയിലാണ് ദിവ്യ ഉണ്ണിക്ക് എത്ര രൂപ കിട്ടി എന്നതും അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. ഈ മൃദംഗ വിഷൻ ഉടമ പറയുന്നത് 5 ലക്ഷം രൂപയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ദിവ്യ ഉണ്ണിക്ക് നൽകിയതെന്ന്. പക്ഷെ അത് പോലീസ് മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. അതിൽ ചില സംശയങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ദിവ്യ ഉണ്ണിക്ക് പണം കൈമാറിയ അക്കൗണ്ടുകളടക്കം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ രേഖകൾ ഹാജരാക്കാനും ഇതിനോടകം അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. ഇവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കി ഇവരെ അന്വേഷണത്തിന് വിധേയമാക്കണം, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. അതിനായി ഇവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവ്യ ഉണ്ണിയുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ അടക്കം പോയിട്ടുണ്ട് എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കണം. ഈ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായാണ് ദിവ്യ ഉണ്ണിയെ നിയമിച്ചത്. പിന്നീട് ഈ ഉമാ തോമസ് വീണതിന് പിന്നാലെ വലിയ രീതിയിൽ ഈ പരിപാടി നിർത്താതെ അത് തുടർന്നു കൊണ്ടുപോവുകയും പിന്നീട് ഇത് ഗിന്നസ് റെക്കോർഡ് വരെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് തൃശ്ശൂർ ഗുരുവായൂരിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദിവ്യ ഉണ്ണി. അവിടെ വെച്ചൊക്കെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് അറിയുന്നത്. പിന്നീട് അമേരിക്കയിലേക്ക് പോയി എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ രീതിയിൽ ദിവ്യ ഉണ്ണിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം വലിയ രീതിയിൽ ഇന്നലെ അൻവർ സാദത്ത് MLA ഉൾപ്പെടെ രൂക്ഷ വിമർശനമായിരുന്നു ദിവ്യ ഉണ്ണിക്കെതിരെ ഉന്നയിച്ചത്. ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഉമാ തോമസ് MLA ആശുപത്രിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണെന്ന് കാണാനുള്ളൊരു മര്യാദ പോലും ദിവ്യ ഉണ്ണി കാണിക്കാത്തത്? ഒപ്പം ഇതിലൊരു പ്രതികരണം നടത്തേണ്ടത് അനിവാര്യമായിരുന്നില്ലേ? കാരണം ദിവ്യ ഉണ്ണിക്കെതിരെയും ഇത്രയും വലിയൊരു ആരോപണം ഉയരുന്ന രീതിയിൽ, വിമർശനം ഉയരുന്ന രീതിയിൽ ഒരു പ്രതികരണം എന്തുകൊണ്ട് ദിവ്യ ഉണ്ണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുന്നതിലുമൊക്കെ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഉടനെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിനു മുൻപ് ഇതിലെ ഒരു സാമ്പത്തിക ഇടപാട്, അത് എത്രമാത്രം നടന്നിട്ടുണ്ട്, ദിവ്യ ഉണ്ണിക്ക് ഇതിൽ എത്രമാത്രം സാമ്പത്തിക ലാഭം കിട്ടി, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ അമേരിക്കയിലാണ് ദിവ്യ ഉണ്ണി. ചിലപ്പോൾ വിളിച്ചു വരുത്തും, അല്ലായതുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ ആയിരിക്കുമോ ചോദ്യം ചെയ്യൽ. ഇതൊക്കെ അമേരിക്കയിലാണ്, നമുക്കറിയാം. കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ദിവ്യ ഉണ്ണി ഇത് വരാൻ തയ്യാറാകുമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഓൺലൈനിലൂടെ ആയിരിക്കുമോ ഈ ചോദ്യം ചെയ്യൽ, അതോ ദിവ്യ ഉണ്ണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണോ പോലീസിന്റെ നീക്കം എന്നതാണ് അറിയേണ്ടത്. അതിനു മുൻപായി ഇപ്പോൾ ദിവ്യ ഉണ്ണിയുടെ അടക്കം അക്കൗണ്ടുകൾ പരിശോധിക്കുവാനും പോലീസ് തയ്യാറായി കഴിഞ്ഞു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ മൃദംഗാവിഷ്ണുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളും, സാമ്പത്തിക ക്രമക്കേടടക്കം അന്വേഷിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.